ഇതാണ് നമ്മൾ പാരീസിൽ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ പേര് അപ്പാരന്റ് സിറ്റി എന്നാണ്. അപ്പം ഈ ഹോട്ടൽ എയർപോർട്ടിന്റെ അവിടുന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ലോങ് ജേർണിക്ക് ശേഷം അങ്ങനെ നമ്മുടെ പാരീസിലെത്തി. അവിടെ നമ്മുടെ എയർപോർട്ടിന്റെ അടുത്തുള്ള റൂമിലേക്ക് വന്ന് ജസ്റ്റ് നമ്മൾ കയറാണ്. ഇതാണ് ഇപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു സോഫ ഉണ്ട്, നല്ലൊരു ബെഡ്, ഇവിടെ ഒരു മിറർ ഉണ്ട്, അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റൂം, എന്താ പറയാ, അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാല് നല്ലൊരു വ്യൂവും കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹോട്ടൽ റൂമിന്റെ വിൻഡോ തുറന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഇളങ്കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മുന്നിൽ കാണുന്നത് മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ കൂടെ ധാരാളം വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഈ ഹോട്ടലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. കുറേ റൂമുകളുണ്ട് കേട്ടോ. ഇതിന് ഭയങ്കര ലെങ്ത്തും ഉണ്ട് ഈ ഹോട്ടലിന്. പുറത്ത് ഇതേ ധാരാളം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ താഴത്തിൽ പറക്കുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫുഡൊക്കെ ഈ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈ ഹോട്ടലിൽ അവൈലബിൾ ആയിരുന്നു. ലഞ്ച് നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി വാങ്ങേണ്ടതാണ്. അങ്ങനെ രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മളൊരു ഷാർപ്പ് ടൈം 8:30 ആയപ്പോൾ തന്നെ 8:30 ഇവിടുത്തെ സൂര്യപ്രകാശം നിങ്ങളൊന്ന് നോക്കൂ. നമ്മൾ നമ്മുടെ സിറ്റി ടൂറിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ പാരീസ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയിൽ നമ്മൾ പാരീസിലെ ഫേമസ് ആയിട്ടുള്ള പാരീസ് സെയിൻറ്റ് ജെർമെൻ അല്ലെങ്കിൽ PSG എന്ന് പറഞ്ഞ സ്റ്റേഡിയം ഒക്കെ കണ്ട് നമ്മളിങ്ങനെ വന്നു. ഇതിൽ ഏകദേശം 47,000-ൽ കൂടുതൽ ആൾക്കാരെ കൊള്ളുന്ന ഒരു വളരെ വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ കളേഴ്സിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പാരീസ് സിറ്റി ടൂറിൽ വളരെയധികം ആസ്വദിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടത്. ആ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര വലിയൊരു സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് ധാരാളം ട്രെയിനൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണും. ബേസിക്കലി എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒക്കെ തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാം എലിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരു വഴി കൂടെ ആയിരുന്നു. ഇവിടെ ഈ പാത്വേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കോബിൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ വഴികളാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫാൻസി ചെപ്പലൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അത് എന്താ പറയുക, സ്കിഡ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ചാം എൽസിസി കൂടിയാണ് നമ്മൾ ആർക്ക് ദി ട്രയംഫ് അതുപോലെ തന്നെ നമ്മുടെ ഐഫൽ ടവറിലേക്കൊക്കെ പോകുന്നത്. ഈ ആർക്ക് ദി ട്രയംഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാം എൽസിസിൻ്റെ സെൻറ്ററിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആർക്ക് ദി ട്രയംഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാരീസിലെ ഒരു മോണ്യുമെൻ്റ് ആണ്. ഇവിടുത്തെ റോഡുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡുകളൊക്കെ ഭയങ്കര നീറ്റാണ്. ഒരു പൊടി പോലും ഇവിടെ കാണാനൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പക്ഷേ എന്താ പറയുക, വെൽ മെയിൻറ്റെയിൻഡ് ആണെന്ന് തന്നെ പറയാം. ന്യൂട്രൽ കളേഴ്സാണ് മിക്ക ബിൽഡിങ്ങും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സൈഡിൽ കാണാൻ കഴിയും ധാരാളം അടിപൊളി ബ്രാൻഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗ്യാപ്പ് ഇല്ലാതെയുള്ള വലിയ വലിയ ബിൽഡിങ്സും വെൽ മെയിൻറ്റെയിൻഡ് റോഡ്സും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും ഒക്കെയുള്ള ഈ ഒരു സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെ. ഇത് പെർഫെക്റ്റ് ആണ് സിറ്റി ഓഫ് ലവ് എന്ന് പറഞ്ഞ ടൈറ്റിലിന്. നമ്മൾ പാരീസിലെ ഓരോ പോർഷൻസിനെയും അറോണ്ടിസ്മെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ അറോണ്ടിസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരീസ് എന്ന് പറഞ്ഞ സിറ്റീനെ 20 അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ അറോണ്ടിസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഐഫൽ ടവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അറോണ്ടിസ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ഓരോ അറോണ്ടിസ്മെൻറ്റിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിൽ ഓരോ അറോണ്ടിസ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള മേയറും ടൗൺ ഹാളും അതുപോലെ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ഈ സൈഡിൽ കൂടെ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. സാറ അതുപോലെ തന്നെ സെഫോറ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പാരീസിൽ എന്താണ് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഐഫൽ ടവറും ലൗറെ മ്യൂസിയം അതുപോലെ തന്നെ നോട്ടർഡെയിം കാത്തഡ്രലും ഒക്കെയാണ്. ഈ കാണുന്ന രാജകൊട്ടാരം പോലെയുള്ള ആ ബിൽഡിംഗ് ആണ് ഒപ്പേറ ഗാർണിയർ അല്ലെങ്കിൽ പലേസ് ഗാർണിയർ എന്നറിയപ്പെടുന്നത്. ഇത് ആൻഷ്യൻ ഫ്രഞ്ചിൽ ഇതൊരു വലിയ തിയേറ്റർ ആയിരുന്നു. എന്നാൽ ഇത് ബാലറ്റ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് പെർഫോമൻസ്, ഒരു പ്രത്യേകതരം ഡാൻസ് പെർഫോമൻസ് ആണ്. അത് നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇത് പാരീസിലെ 9th അറോൺസ്മെൻറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ചാൾസ് ഗാർണിയർ എന്ന് പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ 3rd റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് പാരീസിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് എൻട്രി ഫീസ് ഒക്കെ ഉണ്ടായിരിക്കും. പെർ ഇൻഡിവിജ്വൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ത്യൻ മണി ഒരു 2000-ന് നമ്മുടെ എന്താ പറയുക, ഭയങ്കര കുറേ കാലത്തെ ആഗ്രഹമായിട്ടുള്ള പാരീസ് സിറ്റി കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇവിടെ കുറച്ച് സ്കാംസ് ഒക്കെ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ നടക്കുന്നൊക്കെ ഫോണൊക്കെ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സൂക്ഷിച്ചാണ് നടക്കുന്നതൊക്കെ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അല്ലേ, കുറച്ച് മഴയൊക്കെ പെയ്യുന്ന പോലെയുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുത്ത ഒരു കാലാവസ്ഥയാണ്. കാറ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്
വീശുന്നുണ്ട്. നല്ല രസമുണ്ട്. ചൂടൊന്നുമില്ല, ജാക്കറ്റ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ വല്ലാത്ത ഫ്രീസിംഗ് ഒന്നുമല്ല, പക്ഷെ എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പാണ്. അപ്പം ഇവിടെ നിറച്ചും ആൾക്കാരും ഒക്കെയാണ്, ഫുൾ ബഹളമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.